നെക്ടാർഷ്യസ് അഥവാ പൈൽസ്, ബ്ലീഡിംഗ് പൈൽസ്. നമുക്ക് പൈൽസിനോട് ചേർന്നുള്ള ബ്ലീഡിങ്ങിനെ കുറയ്ക്കുന്നതിന്, ശരീരത്തിലെ ചൂട് കുറയ്ക്കുന്നതിന് വളരെ വിശിഷ്ടമായ ഈ ഔഷധം കരിമ്പിൻ നീരിലോ അല്ലെങ്കിൽ കറുകനീരിലോ ചേർത്ത് ചൂടിനെ കുറയ്ക്കുന്നതിനായി കഴിക്കാം. നമുക്ക് കുടിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നത് നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ രക്തഓട്ടം വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ നല്ലതാണ്. ആനയുടെ പാദം നിലത്ത് പതിഞ്ഞിരിക്കുന്ന പോലെ തോന്നിക്കുന്ന ഒരു സസ്യം ആനച്ചുവടി. നമുക്കെല്ലാം സുപരിചിതമായ ഈ ഔഷധ സസ്യത്തെ പറ്റി നമുക്കിന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയാം. മൂത്രച്ചൊടിച്ചിലിനെ പരിഹരിക്കുന്നതിന് ആനച്ചുവടിയുടെ ഇല മല്ലിവെള്ളത്തിൽ ചേർത്ത് അരച്ചകത്തേക്ക് കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ്. നെക്ടാർഷ്യസ് അഥവാ പൈൽസ്, ബ്ലീഡിംഗ് പൈൽസ്. നമുക്ക് പൈൽസിനോട് ചേർന്നുള്ള ബ്ലീഡിങ്ങിനെ കുറയ്ക്കുന്നതിന് ആനച്ചുവടി അരച്ച് അരിക്കാടി ചേർത്ത് അകത്തേക്ക് കഴിക്കാവുന്നതാണ്. ശരീരത്തിലെ ചൂട് കുറയ്ക്കുന്നതിന് വളരെ വിശിഷ്ടമായ ഈ ഔഷധം കരിമ്പിൻ നീരിലോ അല്ലെങ്കിൽ കറുകനീരിലോ ചേർത്ത് ചൂടിനെ കുറയ്ക്കുന്നതിനായി കഴിക്കാം. കൊളസ്ട്രോൾ, BP അതുപോലെ ഹൃദ്രോഗം വരാതെ ഇരിക്കുന്നതിനൊക്കെ ഈ ആനച്ചുവടി സമൂലം അരച്ച് കുമ്പളങ്ങ നീരിൽ ചേർത്ത് അകത്തേക്ക് കഴിക്കാവുന്നതാണ്. ആനച്ചുവടി നമുക്ക് കുടിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നത് നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ രക്തഓട്ടം വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ നല്ലതാണ്. വേരിക്കോസ് വെയിൻ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ആനച്ചുവടി അരച്ച് അകത്തേക്ക് കുടിക്കുന്നതും അതുപോലെ തിളപ്പിച്ച് കുടിക്കുന്നതും ഒക്കെ രക്തഓട്ടത്തെ വർദ്ധിപ്പിക്കും. ആനച്ചുവടിയുടെ മറ്റ് ആരോഗ്യ ഗുണങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ മറ്റുള്ളവർക്കായി കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയം, മറ്റൊരു ഔഷധ സസ്യവുമായി വീണ്ടും കാണാം.